എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജിറയ്യ മാമനാവട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. കുട്ടപ്പനും മാമന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടി വരുമ്പോ, നീ ഫൈറ്റ് ചെയ്യണ്ട, നീ തീർച്ചയായിട്ടും ആന്റിക്ക് കാവലിരിക്കണം എന്ന് പറയും. കുട്ടപ്പൻ അത് തീരെ പിടിക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങും. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് ആര് ഫൈറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലെത്തും. ആ സമയത്ത് നമ്മുടെ ആന്റി ആവട്ടെ ആകെ വയ്യാതെ തളർന്നു കുത്തിയിരിക്കുകയാണ്. ഇവിടെ ജിറയ്യ മാമന് ഓൾറെഡി വയ്യ. പക്ഷെ ഈ ഒരു സമയത്ത് ഒറോച്ചിമാറുവിന്റെ പവറിന് ഫൈറ്റ് ചെയ്യാൻ അവിടെ വേറെ ആരുമില്ല. ഒറോച്ചിമാറുവിന്റെ കൂടെയുള്ള കബൂട്ടോ അവൻ ഏകദേശം ഒറോച്ചിമാറുവിന്റെ അതേ പവറാണ്. ജിറയ്യ മാമനും നമ്മുടെ ആന്റിക്കും അല്ലാതെ അവരത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താനാവില്ല. മാറി നിൽക്ക്, ഇതിന്റെ ഇടയിൽ കയറി അടയാവണ്ടെന്ന് മാമൻ കുട്ടപ്പന് വഴക്കു പറയും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇവർക്ക് കാവലിരിക്കാൻ, ഞാനും ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ ക്ലൗൺ ജിപ്സു എടുക്കാൻ നോക്കുമ്പോ നമ്മുടെ മാമനാവട്ടെ വെറുതെ ജിപ്സു വേസ്റ്റ് ആക്കരുത്, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. ഇവിടെ ഒറോച്ചിമാറു ആവട്ടെ അവര് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരും സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുമ്പോ കബൂട്ടോ ആവട്ടെ ഒറോച്ചിമാറുവിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പാമ്പിനെ തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തും. ഇത് കണ്ട് ജിറയ്യ മാമൻ ചാടി അവന്റെ സമറിൻ ജിപ്സ് ഉപയോഗിക്കുമ്പോ അവിടെ വലിയൊരു ചെറിയ തവളക്കുഞ്ഞു വരും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ മാമൻ ഇതുവരെ അവൾ കൊടുത്ത ആ ഒരു ഡ്രഗിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അസിസ്റ്റന്റ് പെണ്ണിന് പിടികിട്ടും എന്തായാലും മാമൻ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന്. അപ്പൊ ഒറോച്ചി പറയും, നിനക്ക് സുനൈന ഡ്രഗ് തന്നതുകൊണ്ട് തന്നെ ഒരിക്കലും നിനക്ക് എന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. നീ ഇപ്പോ വെറും ഒരു ബിഗ് സീറോ ആണെന്ന് പറയുമ്പോ പാവം നമ്മുടെ മാമനാവട്ടെ ഒന്ന് സാഡായി പോവും. ഇവിടെ മാമന് പണി കിട്ടിയാലും നമ്മുടെ കുട്ടപ്പൻ അടിപൊളിയായിട്ട് സമറിൻ ജിപ്സ് ഉപയോഗിക്കും. നമ്മുടെ കുട്ടപ്പൻ ഓൾറെഡി ട്രെയിനിങ് കഴിഞ്ഞവനാണ്. അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് സമറിൻ ജിപ്സ് ഉപയോഗിക്കും. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇവിടെ ഒറോച്ചിമാറും ആവട്ടെ ഇവൻ ആള് പുലിയാണ്, ഇവനെ പണ്ടേ കൊന്നു കളയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വലിയ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അക്കറ്റ്സുക്കി ഓർഗനൈസേഷൻ അതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവർക്ക് ഇവനെ ആവശ്യമുണ്ട്. അഥവാ ഞാൻ ഇവനെ കൊല്ലുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ളവര് എന്നെ വന്ന് കൊല്ലും. കബൂട്ടോ വണ്ടടിച്ച് ഇത് സെനിയർ ലെവൽ ജിപ്സുമാണ്, ഇതെങ്ങനെ ഇവൻ പഠിച്ചെടുത്തു? തീർച്ചയായും ഇത് ജിറയ്യ മാമൻ തന്നെയായിരിക്കും അവന് പറഞ്ഞു കൊടുത്തതെന്ന് കബൂട്ടോ പറയും. കബൂട്ടോ വീണ്ടും പറയും, അവനെ കൊണ്ട് അവന്റെ ബോഡിയിലെ ആ ഒരു 9 ടൈൽ ഫോക്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോ അവിടെ കുട്ടപ്പന്റെ തവള ചാടിയിറങ്ങും. വില്ലന്മാരും നമ്മുടെ ആൾക്കാരും എല്ലാവരും വണ്ടടിച്ച് നോക്കുമ്പോ ദാണ്ട് കിടക്കുന്നു ഒരു കുഞ്ഞു പേക്കറൻ തവള. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ജിറയ്യ മാമൻ തലയ്ക്ക് കൈ കൊടുക്കും. നീ ഇത്രയും കാലമായിട്ട് ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ പഠിച്ചില്ലായിരുന്നോ? അപ്പൊ വന്ന 2 കുട്ടിത്തവളകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊതിന്നുണയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് മരിച്ചാ മതിന്നാവും. അപ്പൊ ലോങ് ഷോട്ടിന്ന് നമ്മുടെ ഒറോച്ചിമാറും ആവട്ടെ കബൂട്ടോടെടുത്ത് ഞാൻ ജിറയെ നോക്കിക്കൊള്ളാം, ബാക്കിയുള്ളവരുടെ കാര്യം നീ നോക്കിക്കോന്ന് പറഞ്ഞ് ജിറയ്യ മാമന്റെ നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. നമ്മുടെ അസിസ്റ്റന്റ് ആന്റി ചാടി വീണ് സുനൈനയും കൊണ്ട് രക്ഷപ്പെടുമ്പോ കറക്റ്റായിട്ട് കബൂട്ടോ വന്ന് ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. കുട്ടപ്പൻ എങ്ങനെയൊക്കെയോ പാമ്പിനെ അടിച്ച് ഓടിക്കാൻ പോയിട്ട് പാമ്പിന്റെ വായി പോയി വീഴും. കുട്ടപ്പാ എന്ന് നമ്മുടെ മാമൻ അലറുമെങ്കിലും അപ്പോഴേക്കും കുട്ടപ്പൻ പാമ്പിന്റെ വായിലായിട്ടുണ്ടാവും. ഉടനെ ഒറോച്ചിമാറു ഞാൻ ഇവിടെയുണ്ട് ജിറയാന്ന് പറയുമ്പോ നമ്മുടെ മാമനാവട്ടെ ആ ഒരു പാമ്പിനെ നൈസായിട്ട് ലോക്ക് ചെയ്ത് അവനെ പിടിക്കാൻ പോവും. പക്ഷെ ജിറയുടെ ബോഡിയിൽ ഇപ്പോഴും ആ മരുന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പാമ്പിനെ മുഴുവനായിട്ടും അവനെ കൊണ്ട് ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ അവളുടെ കയ്യിലെ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് കബൂട്ടോയ്ക്ക് നേരെ അടിക്കുമെങ്കിലും അവൻ വെട്ടിത്തിരിഞ്ഞ് അവളുടെ ചങ്കിൽ അടിച്ചു തെറിപ്പിച്ച് അവളുടെ മുഖത്തേക്ക് വിഷപ്പുക തുപ്പും. അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിഷപ്പുകയെന്ന് പുറത്തു വരുമ്പോ അപ്പോഴേക്കും അവൻ പുറത്തേക്ക് ഓടി വന്ന് അവളുടെ കാലെ പിടിച്ച് വലിച്ചങ്ങോട്ടേക്ക് വെക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ എന്നെ കൊണ്ട് പറ്റില്ല ഈ പാമ്പിന്റെ ഉള്ളിൽ കിടന്ന് ചാകാനെന്നും പറഞ്ഞിട്ട് അതിന്റെ വായിൽ പിടിച്ച് മേലേക്ക് ഉന്തിക്കൊണ്ടേയിരിക്കും. കുട്ടപ്പൻ കഷ്ടപ്പെട്ട് പാമ്പിന്റെ വായിന്ന് പുറത്തു വരുമ്പോ പാമ്പാവട്ടെ അവനെ അടിച്ചു തെറിപ്പിക്കും. പിന്നെ 2 ടീമും വമ്പം പോരാട്ടം നടത്തുമ്പോ ഇവിടെ ജിറയ്യ മാമൻ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കും. ഇവിടെ മാമനാവട്ടെ ആളുടെ മുടിയെല്ലാം ഒരു മുള്ളുപോലെ വിടർത്തി അങ്ങോട്ടേക്ക് നിൽക്കും. ഒറോച്ചിമാറു അവന്റെ കഴുത്ത് നീട്ടിയെടുത്ത് നമ്മുടെ മാമന്റെ കഴുത്തില് ഒരൊറ്റ കടി. ചോര തുളുമ്പി വേദനയെടുത്ത് മാമൻ പെടയുമ്പോ ഇവിടെ പാവം കുട്ടപ്പനാവട്ടെ പാമ്പിന്റെ അടി കിട്ടി തളർന്നു കിടക്കാണ്. കട്ട് ചെയ്ത നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി അവൾ അടി കിട്ടി ഇവിടെ വേദന എടുത്തിരിക്കുകയാണ്. നമ്മുടെ ആന്റി അവള് പേടിച്ച് ഒരു സൈഡിലിരിക്കുകയാണ്. അവൾക്ക് മനസ്സിലാവും അടുത്തതായിട്ട് കബൂട്ട അവളെയാണ് എയിം ചെയ്യുന്നതെന്ന്. അപ്പൊ അവള് പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവളുടെ ബ്രദറും ലവറും അവരെ അങ്ങനെ ഓർത്തുകൊണ്ട് വെക്കുമ്പോ കറക്റ്റായിട്ട് കബൂട്ടോ അവിടേക്ക് വന്ന്
നിനക്ക് ഞാൻ ഒരുപാട് റെസ്പെക്ട് തന്നു. നീ ഒറോച്ചിമാറുവിനെ പോലെ ഒരു സെനിയനാണോ? നിനക്ക് നാണമില്ലേ? കുഞ്ഞു പിള്ളേരെ പോലെ മോങ്ങി കരയാനെന്ന് ചോദിക്കുമ്പോ ഇവിടെ കുട്ടപ്പന് കലി കേറി വരും. ഇവിടെ മാമൻ ഓൾറെഡി ആ ഒരു മരുന്ന് കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറോച്ചിമാറുവിന്റെ കടി കൂടെ ആയപ്പോ ഇപ്പൊ മാമനെ കൊണ്ട് ഒന്നിനും വയ്യാതായി. ഒറോച്ചിമാറു സ്റ്റൈലായിട്ട് നിന്നിട്ട് ഓൾറെഡി നീ ഒരു മണ്ടനാണ്. അതിന്റെ കൂടെ മരമണ്ടനായിട്ടുള്ള ഒരു കുട്ടപ്പനെയാണോ നിനക്ക് കിട്ടിയതെന്ന് മാമനോട് ചോദിക്കും. മാമൻ പറയും, അവന്റെ വാല്യൂ നിനക്കറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ ഈ പ്രായത്തില് അവന്റെ കഴിവും ആത്മവിശ്വാസവും അത് വളരെ വലുതാണ്. ഒറോച്ചിമാറുവിനെ സംബന്ധിച്ചിടത്തോളം നറൂട്ടോ കുട്ടപ്പൻ വെറും ഒരു മണ്ടനാണ്. മാത്രമല്ല അവൻ ഉച്ചിഹ ക്ലാനിൽ ചേർന്നവനല്ല. ഷെരീങ്കം കണ്ണോ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു പവറും കുട്ടപ്പനില്ല. അവനൊരു ഷിനോബി ആകണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ജിപ്സും അവൻ അറിഞ്ഞിരിക്കണം. ഇനി ഒരു നിഞ്ച ആണെങ്കിൽ അവൻ തീർച്ചയായിട്ടും എല്ലാ നിഞ്ചിപ്സും പഠിച്ചിരിക്കണം. അവന്റെ ചിരിയും സംസാരവും കേട്ട് മാമൻ പറയും, ഒരു യഥാർത്ഥ നിഞ്ച എന്തിനേയും നേരിടാൻ കഴിവുള്ളവനാണ്, ഭയമില്ലാത്തവനാണ്. ഒരു ഷിനോബിക്ക് ആവശ്യം ഒരുപാട് ജിപ്സു അറിഞ്ഞിരിക്കുക എന്നത് മാത്രമല്ല, മരണം വരെ, അതെ അവന്റെ മരണം വരെ പോരാടുക എന്നതാണ്. വിട്ടുകൊടുക്കാതെ പേടിച്ചോടാതെ അവൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അതേ സമയത്ത് കബൂട്ടോ ഓടി വന്ന് പാവ ആന്റിയുടെ നെറ്റിയിൽ ഇടിച്ചില്ല എന്ന ഘട്ടം എത്തുമ്പോ അപ്പൊ കുട്ടപ്പൻ കറക്റ്റായിട്ട് ചാടി വീണ് അവന്റെ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കബൂട്ടോടെ ഇടി മാസായിട്ട് തടഞ്ഞു നിർത്തും. അവരെല്ലാവരും വണ്ടറടിച്ച് നമ്മുടെ ചെക്കനെ നോക്കി നിൽക്കും. കുട്ടപ്പൻ പെട്ടെന്ന് അവന് മാമൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവനെ അടിച്ചു തെറിപ്പിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കും. പക്ഷെ സ്പീഡിൽ ഓടുമ്പോ നമ്മുടെ കബൂട്ടോ ആവട്ടെ അവന്റെ കാല് വെച്ച് കുട്ടപ്പനെ തട്ടി താഴെയിടും. ഇവൻ ആള് പുലിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കബൂട്ടോ ആവട്ടെ വീണ്ടും കുട്ടപ്പന് നേരെ ചെല്ലും. അവൻ വീഴുമ്പോ തന്നെ കുട്ടപ്പന് മനസ്സിലാവും ഇതുവരെ ആ ഒരു ജിപ്സു അവന് കറക്റ്റായിട്ട് ചെയ്യാനാവുന്നില്ല. ഓൾറെഡി അവന് പാമ്പിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി. ഇപ്പൊ കബൂട്ടോടെ കയ്യിൽ നിന്നും കൂടെ കിട്ടിയപ്പോ കാലൊന്ന് അനക്കാൻ പോലും കഴിയാതെ കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ കുട്ടപ്പൻ മുഖം തിരിച്ച്, ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല. ഞാൻ 2 കൈ കൊണ്ട് ആ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഒരു കൈ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോ കബൂട്ടോ ആവട്ടെ ഒരു കാർഡ് എടുത്ത് കാണിക്കും. നീ എന്നെ പേടിപ്പിക്കുകയാണോ? അതൊരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് അവന്റെ കയ്യില് കുട്ടപ്പനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉള്ള ആ കാർഡ് ഒന്നും കൂടെ കുട്ടപ്പൻ ഉയർത്തി കാണിച്ചു കൊടുക്കും. ജൂനിയർ എക്സാമിന്റെ ടൈമിലും കുട്ടപ്പനാവട്ടെ എനിക്ക് ആരെയും പേടിയില്ല, തീർച്ചയായിട്ടും ഞാനൊരു ഹൊക്കാഗെ ആവും. ജീവിതകാലം മുഴുവൻ ഞാനൊരു ഗനിയനായിട്ടിരുന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇതേ ഡയലോഗ് തന്നെയാണ് നിന്റെ ബ്രദറും പറഞ്ഞത്. കാലങ്ങളായിട്ട് നിങ്ങളുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് കബൂട്ടോ വീണ്ടും കുട്ടപ്പനെ കളിയാക്കും. ഇൻ കേസ് നീ ഇപ്പൊ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നീ എങ്ങനെ ഹൊക്കാഗെയാവും? ഇതെല്ലാം കേട്ട് നമ്മുടെ ആന്റി ആവട്ടെ അവളുടെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. തന്റെ പ്രിയപ്പെട്ട അനിയൻകുട്ടനും ലവറും അവർക്ക് 2 പേർക്കും ഹൊക്കാഗെയായി ഈ ഗ്രാമത്തെ രക്ഷിക്കാനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ കുട്ടപ്പനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ആന്റി കബൂട്ടോയുടെ അടുത്ത് വരുമ്പോ കബൂട്ടോ ആവട്ടെ ഇതുപോലൊരു കുട്ടപ്പന് ഒരിക്കലും ഒരു ഹൊക്കാഗെ ആകാൻ കഴിയില്ല, ഇവനെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ കുട്ടപ്പനെ കുറിച്ച് മാമന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കും. ഇതുപോലുള്ള പൊടിപ്പയ്യന്മാർക്ക് ഒരിക്കലും ഇത്രയും വലിയ ജിപ്സു പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ചെറുപ്പത്തിലെ ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഹൊക്കാഗെ ആകണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നതെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ കുട്ടപ്പൻ അന്നേ പറഞ്ഞിരുന്നു വെറും 3 ദിവസം കൊണ്ട് ഞാനിതെല്ലാം പഠിച്ചെടുക്കുമെന്ന്. അതേ സമയത്ത് കബൂട്ടോ കുട്ടപ്പനെ ചവിട്ടി കൂട്ടുമ്പോ നമ്മുടെ ആളാവട്ടെ അവന്റെ കാല് പിടിച്ച് തിരിച്ച് അവനെ കറക്കി താഴെയിട്ടും. അതിന് കുട്ടപ്പൻ സ്റ്റൈലായിട്ട് പറയും, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ഹൊക്കാഗെയായി മാറിയിരിക്കും. അപ്പൊ കബൂട്ടോ വീണ്ടും നമ്മുടെ കുട്ടപ്പനെ തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണ്. അടിയില് അവൻ രക്തം ഒലിപ്പിച്ച് കിടക്കുമ്പോ ഇവിടെ ആന്റി ആവട്ടെ ടെൻഷനായിട്ട് നീ എന്തിനാണ് വീണ്ടും വീണ്ടും അവന്റെ അടി വാങ്ങിക്കെട്ടുന്നെന്ന് ചോദിക്കും. കുട്ടപ്പൻ അതും മൈൻഡ് ചെയ്യാതെ വീണ്ടും എണീറ്റ് നിൽക്കുമ്പോ കബൂട്ടോയുടെ കലി എരച്ചു കയറി അവനൊരു കത്തിയുമായിട്ട് കുട്ടപ്പനെ കുത്താൻ ഓടി അടുക്കും. കുട്ടപ്പൻ പെട്ടെന്ന് അവന്റെ 2 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ആ ഒരു അൺലക്കി മാല ഞാൻ തന്നെ സ്വന്തമാക്കുന്ന ആന്റിയുടെ അടുത്ത് പറഞ്ഞ് കബൂട്ടോയെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ആന്റി നിലവിളിക്കും, കുട്ടപ്പ ഓടിക്കോ, അവൻ അടുത്തെത്തി. പക്ഷെ നറൂട്ടോ കുട്ടപ്പൻ ആ കത്തിയോടുകൂടെ ക്യാച്ച് ചെയ്ത് അവനെ ചുരുട്ടി എടുത്തിട്ട് പറയും, തീർച്ചയായും ഒരു ദിവസം ഞാൻ ഹൊക്കാഗെ ആവും. അവന്റെ കൈ കൂടെ ചോര തുളുമ്പാണ്. ഇപ്പൊ കുട്ടപ്പന് ഒരു കൈ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്ലൗണിന്റെ കൈ ചേർത്ത് പിടിച്ച് മാമൻ പറഞ്ഞു കൊടുത്ത ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് അവന്റെ വയറ്റത്ത് ആഞ്ഞൊരു അടി അങ്ങ് കൊടുക്കുക. ഇതെല്ലാം കണ്ട് പേടിച്ച് നമ്മുടെ ആന്റി അങ്ങനെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.